4 ദിവസമായി മാഹിയിൽ വെച്ച് നടന്ന ഭക്ഷ്യമേളയും കലാവിരുന്ന് സബർമതി ഇന്നോവേഷൻസ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച പാചക മത്സരം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്നലെ നടന്ന കപ്പപ്പുഴുക്ക് മത്സരത്തിൽ മാഹിയിൽ നിന്നും മാഹിക്ക് പുറത്തു നിന്നും നിരവധി പേരാണ് പങ്കെടുത്തത്. ഫ്ലവേഴ്സ് ഫിയസ്റ്റ 2025 മാഹിയിൽ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് 3 ദിവസങ്ങളായിട്ട് ഇവിടെ പാചക മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ പാചക മത്സരങ്ങളൊക്കെ? ജഡ്ജ് എന്ന രീതിയിൽ എന്താണ് അഭിപ്രായം? ഞാൻ 3 മത്സരങ്ങളുടെ ജഡ്ജായിരുന്നു. എനിക്ക് തോന്നുന്നു മാഹിയിലുള്ള എല്ലാവരും നല്ല പാചകരാണികളാണെന്ന്. പിന്നെ 1-2 മാർക്കിനായിരിക്കേണ്ട വ്യത്യാസത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡും കിട്ടിയത്. ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയത്? ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. പലരും പല വെറൈറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് അത് ജഡ്ജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രസന്റേഷന്, ഫ്ലേവർ, അങ്ങനത്തെ അര മാർക്കിനാണ് ഫസ്റ്റ്, സെക്കൻഡ് ഒക്കെ പോയിരിക്കുന്നത്. ചില ആൾക്ക് പോയത് ആ ഒരു ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരേ സാധനം തന്നെയാണ്, അതുകൊണ്ടാണ് അതിലുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അത് 3 ദിവസങ്ങളിലായിട്ട് ആണല്ലോ ഉണ്ടായത്. 3 വിഭവങ്ങളായിരുന്നല്ലോ. അപ്പൊ അതിൽ ഏതായിരുന്നു ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? എല്ലാം ടഫ് തന്നെയായിരുന്നു. ഒരുപോലെ തന്നെയാണ്. ഏതും പ്രത്യേകിച്ചിട്ട് ഈസി ആണെന്ന് പറയാനില്ല. എല്ലാം ടഫായിരുന്നു. വെറൈറ്റി ആയിട്ട് ഇന്നിപ്പോ നോക്കുകയാണെങ്കിൽ കപ്പ പുഴുക്ക് മത്സരമായിരുന്നു. അതിൽ വെറൈറ്റി ആയിട്ട് ഒരു കപ്പ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കേക്ക് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് അവര് അത്രയും എഫേർട്ട് എടുത്തതിന് നമ്മളൊരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് പറയാന്നല്ലാണ്ട് വേറൊന്നും നമുക്ക് അതിൽ നിവർത്തിയില്ല. അതാണ് അത്രയും നല്ല കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ടൈറ്റ് കോമ്പറ്റീഷനാണ്. സബർമതി റിസർച്ച് ഫൗണ്ടേഷന്റെ 2024-25 പരിപാടിയായത്. അത് അതിഗംഭീരമായിട്ട് ഇവിടെ 4 ദിവസങ്ങളിലായിട്ട് ഇവർ ആഘോഷിച്ചു. അത് മാഹിക്കാരുടെ ഒരു സ്വകാര്യ ഉത്സവമായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ തന്നെ ആൾക്കാരും സംഘാടകരും ഒക്കെ നന്നായി സഹകരിച്ചു പോയതുകൊണ്ട് നമുക്കും അതിൽ വലിയൊരു സന്തോഷം. ഇനി അടുത്ത വർഷം ഇതേപോലെ സംഘടിപ്പിക്കാൻ കഴിയട്ടെ. കോമ്പറ്റീഷൻ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എന്നാലും ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പറയാൻ പോകുകയാണ്. ഫസ്റ്റ് പ്രൈസ് 701 ഷമീമ മാഹി. Second prize 719 Nisha Manoj. Third prize 728 Rayhana Ashraf. Congratulations. കപ്പപ്പുഴുക്ക് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ഷമീമ സലീമിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഞാൻ ഷമീമ സലീം, കടാരംകുന്നാണ് താമസിക്കുന്നത്. പിന്നെ ഞാനിവിടെ മത്സരത്തിനൊക്കെ പങ്കെടുത്തിനും ഇപ്പൊ 3ാമത്തെ മത്സരത്തിന് പങ്കെടുക്കുന്നത്. അപ്പം ഫസ്റ്റ് കിട്ടിയതിൽ വളരെ സന്തോഷം. പിന്നെ കൊഞ്ച് കപ്പ പുഴുക്കാണ് ഉണ്ടാക്കിയത്. ഞാൻ അഗോറ വിമൻസിലൊരു ലേഡിയും കൂടിയാണ്. ഇന്ന് നമുക്ക് അഗോറന്റെ എക്സിബിഷന് അവിടെ നിന്ന് ഞാൻ ഓടിയിട്ട് ഇവിടെ 4 മണിക്ക് ഇവിടെ എത്തിയതാണ്. അവിടെ ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഓടിയിട്ട് 4 മണിക്ക് ഇവിടെ എത്തിയതാണ്. അവിടെ ഭയങ്കര എക്സ്പോ നടക്കുന്നത് ബ്രൂനൈലില്. പ്രതീക്ഷിച്ചിരുന്നു ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു? ഇങ്ങനെ ഞാൻ ഒരിക്കലും ഒരു മത്സരത്തിന് പോയ പ്രതീക്ഷിക്കലില്ല. പക്ഷെ എനിക്ക് കിട്ടിയാല് നല്ല ഭയങ്കര സന്തോഷം. ഇപ്പൊ തൃശ്ശൂരൊക്കെ പോയിട്ട് പാചകറാണിയിൽ 4ാം സ്ഥാനം കിട്ടിയത്. 50 ആളുടെ കുക്കിംഗ് ഷോയില് 4ാം സ്ഥാനം കിട്ടിയതാ. അപ്പം ഏത് മത്സരത്തിന് പോയിക്കാലും ഇപ്പൊ തലശ്ശേരി പെരുമയില് ഫസ്റ്റ്, പിന്നെ നോൺ വെജിന് ഫസ്റ്റും വെജിന് സെക്കൻഡും കിട്ടിയതാണ്. പാചകം ഞാൻ ചെറുപ്പത്തിലെ പാചകത്തോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ചെറുതിലെ ഞാൻ ഓരോന്നും എന്റേതായിട്ടുള്ള കഴിവിന് പ്രകാരം ഞാൻ ചെയ്ത് നോക്കല. ഓരോ ദിവസവും ഓരോതായിട്ടുള്ള ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്യലാം. അപ്പൊ ഈ മത്സരത്തിന് പങ്കെടുക്കും നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചത് അല്ലാണ്ട് വേറെ നോട്ട് നോക്കിയിട്ടും ഇതാക്കിയിട്ടൊന്നുമല്ല, ഗൂഗിളിൽ നോക്കിയിട്ടൊന്നുമല്ല. നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചത് നമ്മൾ അത് ചെയ്തിട്ട് നമ്മൾ പരീക്ഷിക്കുന്നതാ. അപ്പൊ അത് നമുക്ക് അത് നല്ലൊരു ടേസ്റ്റിലേക്ക് പോകും. അപ്പൊ നമുക്ക് അതിൽ കിട്ടുന്നതിനും ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ആര് പങ്കെടുത്തു കഴിഞ്ഞാലും മുമ്പോട്ടേക്ക് തന്നെ തോറ്റ ആൾക്കാരെല്ലാം മുമ്പോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അത് എല്ലാവരും ജയിച്ചെന്നുള്ളത്. പാചകം എന്നൊരു കലയാ. നമുക്കൊരു കഴിവിന് നമ്മൾ ചെയ്യുന്നതാ. ഓരോരുത്തർക്കും ഓരോതായിട്ടുള്ള കല ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് പാചകത്തിനോടായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പൊ അത് നമ്മൾ അതിന് തുടർന്നുകൊണ്ടിരിക്കാനും. ഇവിടെ നമ്മളെ സ്റ്റാളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അഗോറ എക്സിബിഷന്റെ നടുക്ക് ഞാൻ ഒരു 2:30 മണിക്ക് അവിടുന്ന് ഓടിയതാ ഇവിടത്തേക്ക്. കണ്ണൂർ ബ്ലൂ ലൈൻ ഹോട്ടൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അവിടുന്ന് ഇവിടത്തേക്ക് ഓടിയതാ. കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. കപ്പപ്പുഴുക്ക് മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ നിഷ മനോജ് എന്നോടൊപ്പമുണ്ട്. ഇനി അവരുടെ എങ്ങനെയാണ് ഇതൊക്കെ തയ്യാറാക്കിയതെന്നുള്ള വിശേഷം ചെയ്തു. എൻ്റെ പേര് നിഷ മനോജ്. ഇതിപ്പോ 3ാമത്തെ മത്സരത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇന്ന് ചെയ്തത് ബട്ടർ പാൽ കപ്പ.
അത് ജസ്റ്റ് കപ്പ വേവിച്ച് കഴിഞ്ഞ് ബട്ടറിലൊന്ന് യോജിപ്പിച്ചെടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്ത് നല്ലോണം തിളപ്പിക്ക്. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റി. ഇത് ഷെഫ് പിള്ളയുടെ ഒരു വൈറൽ വീഡിയോ ആണിത്. പിന്നെ എനിക്കിത് കഴിഞ്ഞ വർഷം പുഡിങ്ങിന് കിട്ടിയിട്ടുണ്ട്, 4ാം പ്രൈസ് കിട്ടി. കഴിഞ്ഞ വർഷം മത്സരിച്ചിരുന്നു. പിന്നെ 2 മാസം മുൻപ് കൃഷിഭവനില് ഒരു മത്സരം ഉണ്ടായിരുന്നു. റാഗി മില്ലറ്റ് ചോളം കൊണ്ട് ഞാൻ റാഗി കൊണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു ചാലക്കര കൃഷിഭവനിൽ നിന്ന്. ഒത്തിരി സന്തോഷമുണ്ട്. ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇതെനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. 3ാം സ്ഥാനം കരസ്ഥമാക്കിയ റഹിയ അഷ്റഫ് എന്നോടൊപ്പമുണ്ട്. ഇനി അവരുടെ വിശേഷങ്ങൾ തിരക്കാം. റഹിയ അഷ്റഫ് കപ്പ തിരുവാതിരപ്പുഴക്ക് ഉണ്ടാക്കിയ കിഴങ്ങ്, ചേമ്പ്, മറ്റേ മധുരക്കിഴങ്ങ്, ചേമ്പ്, ചേന, പിന്നെ പച്ചക്കായ, ഇത് പയറ്, വമ്പയർ എല്ലാം കൂടി വേവിച്ച്, പിന്നെ തേങ്ങ, പച്ചമുളക്, നല്ല ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം കൂടി ചതച്ച് ചേർത്ത് എല്ലാം കഴിഞ്ഞ് ഉടച്ച് എല്ലാം ചേർത്തതിന് ശേഷം വെളിച്ചെണ്ണ കരിവേപ്പില ഒഴിച്ച്. ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം. സന്തോഷം.